ഇൻഷുറൻസ് ഇല്ലെങ്കിലും വാഹനം സുഖമായിട്ട് നിരത്തുകളിലൂടെ ഓടും അല്ലേ? എന്നാൽ ഇന്ധനമില്ലാതെ ഓടുമോ? ഇല്ല, ഓടില്ല. ഈ തന്ത്രം പയറ്റാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇൻഷുറൻസ് ഇല്ലാതെ പോലീസിനെ വെട്ടിച്ച് വാഹനം ഓടിക്കാൻ മിടുക്ക് കാണിക്കുന്നവരെ പൂട്ടാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനും ഫാസ്റ്റാഗ് ലഭിക്കാനും ലൈസൻസ് പുതുക്കാനുമൊക്കെ ഇനി ഇൻഷുറൻസ് പരിരക്ഷ തെളിയിക്കേണ്ടി വരും. ഇന്ത്യൻ നിരത്തുകളിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കൂടി വരികയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള കേന്ദ്ര നീക്കം. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം റോഡ് ഗതാഗത മന്ത്രാലയത്തോട് നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം നടപടികളിലേക്ക് നീങ്ങാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചു എന്നാണ് വിവരം. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം എല്ലാ വാഹനങ്ങൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. എന്നാൽ ഇന്ത്യൻ നിരത്തുകളിൽ പകുതിയിലധികം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടാതെ പുതിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം ഉടൻ നൽകും. മോട്ടോർ വാഹന ആക്ടിൽ ഇത് സംബന്ധിച്ച മാറ്റങ്ങൾ വരുത്തും. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിരക്ഷ വാഹനങ്ങളിൽ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടുത്തിടെ സർക്കാരിന് ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹന ഉടമകൾക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങണമെന്ന് മന്ത്രാലയം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 2024 ഇന്ത്യൻ നിരത്തുകളിലുള്ള വാഹനങ്ങളിൽ 50% മാത്രമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളത്. മോട്ടോർ വാഹന നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. ആദ്യമായി കുറ്റം ചെയ്യുന്നയാൾക്ക് 2000 രൂപ പിഴയോ 3 മാസം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ 4000 രൂപയായി ഉയർത്താമെന്നും മോട്ടോർ വാഹന നിയമം വ്യക്തമാക്കുന്നുണ്ട്.